Once again, a warm welcome to Raju and PSK Tele classes. ലാസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് അഡീഷൻ പറഞ്ഞു, സബ്ട്രാക്ഷൻ പറഞ്ഞു, കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. വളരെ ടഫായതല്ല, കുറച്ച് സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ ചെയ്തു. പതുക്കെ നമുക്ക് ടഫാക്കാം ക്വസ്റ്റ്യൻസ്. ഇന്ന് നമുക്ക് കുറച്ചുകൂടെ ലെവൽ കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതായത് ഒരു നീറ്റ് അല്ലെങ്കിൽ ഒരു JEE മെയിൻ സ്റ്റാൻഡേർഡിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പം അത് NCERT ബേസ്ഡുമാണ്. NCERT ബേസ്ഡ് ആയിട്ടുള്ള നീറ്റ് IIT ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൂടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഒരു സെഷനും കൂടെ നമുക്ക് ഇതേ ടൈപ്പ് പ്രോബ്ലംസ് തന്നെ ചെയ്യാം. നിങ്ങളൊന്നും കൂടെ സ്ട്രോങ് ആവാനുണ്ട്. എന്നിട്ട് വേണം നമുക്ക് എന്തിലോട്ട് പോകാൻ, അപ്ലിക്കേഷനിലോട്ട് പോകാൻ. അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, റിവർ ക്രോസിംഗ് പ്രോബ്ലം ഉണ്ട്, അതുപോലെ റെയിൻ പ്രോബ്ലം ഉണ്ട്, റെയിൻ മാൻ പ്രോബ്ലം ഉണ്ട്. അതെല്ലാം ഡിസ്കസ് ചെയ്ത് തരും. ഓക്കെ, ഇപ്പോൾ നിങ്ങളിപ്പോൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ബുക്കുകൾ റെഫർ ചെയ്യുമ്പോൾ റിവർ ക്രോസിംഗ് പ്രോബ്ലമോ അതുപോലെ തന്നെ റിവർ ക്രോസിങ്ങിനൊപ്പം തന്നെ റെയിൻ വാട്ട് പ്രോബ്ലം അതൊക്കെ വന്നു കഴിഞ്ഞാൽ തൽക്കാലം നിങ്ങൾ ഒഴിവായിക്കോളൂ. ഞാനത് പറഞ്ഞു തന്നതിന് ശേഷം അത് വെരി സിമ്പിളാണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമത് കേട്ടോ. അപ്പോൾ ഞാനത് ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിലേക്ക് പോയാൽ മതി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കൂടുതൽ മാത്തമാറ്റിക്സിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ട്രിഗണോമെട്രിക്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ മാത്തമാറ്റിക്സ് ടീച്ചറോട് ചോദിക്കണം. നിങ്ങൾക്ക് ലൈവ് സെഷൻസ് വന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്ലാസ്സുകൾ ക്ലിയർ ചെയ്ത് തരും, ട്രിഗണോമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ എടുത്തു തരും. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം കേട്ടോ. ട്രിഗണോമെട്രി മാത്രമായിട്ട് നിങ്ങൾക്ക് ക്ലാസ് വേണോ, ഞങ്ങൾ വെച്ച് തരും. ഓക്കെ, അപ്പം നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, a force of 10 Newton is acting at an angle 120 degree with the positive direction of x-axis. Then x and y components are. ആൻസറിൽ വെക്ടർ സിമ്പിൾ ഒന്നുമില്ല, അതുകൊണ്ട് അവർ മീൻ ചെയ്തിരിക്കുന്നത് കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും കേട്ടോ. മാഗ്നിറ്റ്യൂഡ്. എ ഫോഴ്സ് 10 Newton is acting at an angle 120 degree with positive direction of x-axis. ഞാൻ ഫിഗർ വരയ്ക്കട്ടെ. ദാ ഫിഗർ. യെസ്, origin. A force 10 Newton is acting at an angle 120 degree with positive direction of x-axis. ഇതാണ് നമ്മുടെ x എന്ന് വിചാരിച്ചോളൂ, ഇതാണ് നമ്മുടെ y. അപ്പോൾ ആരുമായി ഉണ്ടാക്കിയുള്ള ആംഗിളാണ് തന്നിരിക്കുന്നത്. 10 Newton is acting at an angle 120 degree with positive direction of x-axis. ഇതല്ലേ x-axis. അപ്പം അതുമായി 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വരും, ഇങ്ങനെ നിൽക്കും. കാരണം ഈ ടോട്ടൽ ആംഗിൾ എത്ര വരണം, ടോട്ടൽ ആംഗിൾ 120 ഡിഗ്രി വരണമെന്നല്ലേ പറഞ്ഞത്. അപ്പം നമുക്കറിയാം ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും. കാരണം ഈ ആംഗിൾ 90 ആണല്ലോ. അപ്പോൾ ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്ന ഈ ആംഗിൾ എന്തായിരിക്കും, അത് 30 ഡിഗ്രി അല്ലേ വരാൻ പറ്റുള്ളൂ. കാരണം 30 + 90 അതാണല്ലോ ടോട്ടൽ 120. അപ്പോൾ ദിസ് ഈസ് 10 Newton. മാഗ്നിറ്റ്യൂഡാണ് 10 തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, മാഗ്നിറ്റ്യൂഡാണ് 10. നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് എക്സ് ആൻഡ് വൈ കമ്പോണൻസ് വേണം അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഈ 10 എന്ന് പറഞ്ഞ ആളെ നമുക്ക് റിസോൾവ് ചെയ്യാം. എങ്ങനെ റിസോൾവ് ചെയ്യാം, വൈ ആക്സിസിലേക്കും അതുപോലെ എക്സ് ആക്സിസിലേക്കും റിസോൾവ് ചെയ്യാം. അപ്പം ഞാൻ പറയട്ടെ, അതായത് ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്, 30 ഡിഗ്രി അല്ലേ. 30 ഡിഗ്രി. ഇനി നമുക്ക് റിസോൾവ് ചെയ്യാം. ഇതാ ഒരു കമ്പോണൻറ്റ് ഇവിടേക്ക് ഉണ്ടായിരിക്കും, ഒരു കമ്പോണൻറ്റ് ഇവിടേക്ക് ഉണ്ടായിരിക്കും. ശരിയല്ലേ, ശരിയാണ്. ഇതാ ഇയാളെ നമുക്ക് വൈ കമ്പോണൻ്റ് എന്ന് പറയാം, വൈ. ഇയാളെ എക്സ് കമ്പോണൻ്റ് എന്നും പറയാം, എക്സും വൈയും. മുകളിലേക്കുള്ളത് വൈ കമ്പോണൻ്റ്, ഇങ്ങോട്ടുള്ളത് എക്സ് കമ്പോണൻ്റ്. ഓക്കെ, ഇത് 10 ആണല്ലോ. അപ്പോൾ അതിലൊരു കാര്യം ചെയ്യാം, നമുക്ക് sin 30 ഈക്വൽ എന്ന് കിട്ടും നിങ്ങൾക്ക്. sin 30 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് നോക്കൂ, ഈ ലെങ്ത് തന്നെയല്ലേ ഇവിടെ വരാം. അപ്പോൾ എക്സ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ് 10. അപ്പോൾ എക്സ് ഈക്വൽ ടു 10 sin 30 or x is equal to 10 into 1/2. So your answer is 5. Your answer is 5. 5 വരുന്നുണ്ടോ?
പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കൂ. ഇതല്ലേ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. നമുക്ക് ഈ വെക്ടർ ഇവിടേക്കല്ലേ കിട്ടിയത്. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് അവിടെ നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? മൈനസ് വേണം. സോ -5 ന്യൂട്ടൺ ആണ് ഏത് കമ്പോണൻറ്റ്? എക്സ് കമ്പോണൻറ്റ്. -5 ന്യൂട്ടൺ ഈസ് ദ എക്സ് കമ്പോണൻറ്റ്. അപ്പോൾ നിങ്ങളുടെ ആൻസർ ബി വരാം, ഇയും വരാം അല്ലേ? കൺഫ്യൂഷനായി. അപ്പം നമുക്ക് എക്സ് കമ്പോണൻ്റ് ഒപ്പം വൈ കമ്പോണൻ്റ് കാണേണ്ടി വരും. വൈ കമ്പോണൻ്റ് എങ്ങനെ കാണും നിങ്ങൾ? കോസ് തീറ്റ എടുത്താൽ പോരെ. ഓക്കെ, കോസ് ഈ ട്രയാങ്കിൾ കേട്ടോ, cos 30 ഈക്വൽ ടു ദിസ് ലെങ്ത് അഡ്ജസൻറ്റ് സൈഡ് y ബൈ hypotenuse 10. So y equal to 10 cos 30. So that is equal to 10 into cos 30 നിങ്ങൾക്ക് അറിയാം √3/2 അല്ലേ? സോ നിങ്ങളുടെ ആൻസർ 5√3 എന്ന് വരും. ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. 5√3 എന്ന് പറയുമ്പോൾ 8.66 ആണ്. 8.66 ഇതാ ഇവിടെ 8.66 ഉണ്ട്, ഇവിടെയും 8.65 ഉണ്ട്. പക്ഷേ ഇവിടെ കണ്ടോ മൈനസ് സൈൻ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ വൈ കമ്പോണൻറ്റ് മുകളിലേക്ക് ആയത് കാരണം അത് പോസിറ്റീവ് അല്ലേ? അപ്പോൾ ഞാൻ ഫൈനൽ ആൻസറിലേക്ക് വരാം. എക്സ് ഈക്വൽ ടു -5, വൈ ഈക്വൽ ടു +8.66. So our option D answer is this one. വീണ്ടും പറയണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, സ്ലോപ്പുമായി റിലേറ്റഡ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ലോപ്പ് ഓഫ് ദ റിസൾട്ടൻറ്റ് ഓർമ്മയില്ലേ? P and 2P are two forces acting at an angle. Then the first force increased by 20, second is double, direction of the resultant remain unaltered, then the value of P is. ഓക്കെ, നമുക്ക് ഫിഗർ നോക്കാം. ഫിഗർ ആകുമ്പോൾ നമുക്ക് ക്ലിയർ പിക്ചർ കിട്ടും. ഓക്കെ, P and 2P are two forces acting at an angle. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതാ P, അപ്പോൾ 2P. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കൂടെയുള്ള റിസൾട്ടൻ്റ് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. ഇതല്ലേ റിസൾട്ടൻ്റ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസിലെ റിസൾട്ടൻ്റ്. യു ടേക്ക് ഇറ്റ് ആസ് R1 and this angle is theta. P and 2P are two forces acting at an angle. ആംഗിൾ തന്നിട്ടില്ല, നമുക്ക് തീറ്റ എന്ന് എടുക്കാം. Then the first force is increased by 20. Come to the second case. ഞാൻ വീണ്ടും ഫിഗർ വരച്ചു. ഫസ്റ്റ് ഫോഴ്സ് P ആയിരുന്നു, അത് എന്താക്കി മാറ്റി? P + 20 ആക്കി മാറ്റി. ഓക്കെ, P + 20. ഓക്കെ, ആദ്യം P ആയിരുന്നു, അത് P + 20 ആക്കി ഇൻക്രീസ് ചെയ്തു. ആൻഡ് ദ സെക്കൻഡ് ഈസ് ഡബിൾഡ്. ഓക്കെ, അപ്പോൾ 2P ഉണ്ടായിരുന്നു എന്തായിട്ട് മാറിക്കാണും? 4P ആയിട്ട് മാറി. അപ്പോൾ P 2P ഫസ്റ്റ് കേസ്, P 2P. സെക്കൻഡ് കേസ് P ഇൻക്രീസ്ഡ് ബൈ 20 ആൻഡ് സെക്കൻഡ് ഈസ് ഡബിൾഡ്. ക്ലിയർ അല്ലേ? വീണ്ടും നമ്മൾ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. ഇതാ റിസൾട്ടൻ്റ് വന്നു. ഇയാളെ നിങ്ങൾ R2 എന്ന് വിളിച്ചോ. R2. ദ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഇൻ ദിസ് പ്രോബ്ലം, ദ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടൻറ്റ് റിമെയിൻ അൺആൾട്ടേർഡ്. ഡയറക്ഷൻ മാറാതിരിക്കുന്നു, അതായത് റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ മാറുന്നില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ദിസ് തീറ്റ മസ്റ്റ് ബി എ കോൺസ്റ്റൻറ്റ്. ഓർമ്മിക്കുക, റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ തീറ്റ ഓർ ടാൻ തീറ്റ മസ്റ്റ് ബി എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് ദ റിസൾട്ടൻറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. റിസൾട്ടൻറ്റ് കോൺസ്റ്റൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറാം, പക്ഷേ ഡയറക്ഷൻ മാറിയില്ല എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ റിമെയിൻ അൺആൾട്ടേർഡ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ തീറ്റ അല്ലെങ്കിൽ ടാൻ തീറ്റ ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ തീറ്റ കോൺസ്റ്റൻറ്റ് ആണോ? ഓർ ടാൻ തീറ്റ കോൺസ്റ്റൻറ്റ്?
എന്തുകൊണ്ടാണ് ടാൻ തീറ്റ കോൺസ്റ്റൻ്റ് ആയത്? ഈ ആംഗിൾ മാറിയിട്ടില്ല, അതുകൊണ്ട് ടാൻ തീറ്റ കോൺസ്റ്റൻറ്റ്. ഫസ്റ്റ് കേസിൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഈസ് 2p, അഡ്ജസൻറ്റ് സൈഡ് ഈസ് p. സോ 2p by p ഈക്വൽ ടു, സെക്കൻഡ് കേസിൽ ഓപ്പോസിറ്റ് സൈഡ് ഈസ് 4p, അഡ്ജസൻറ്റ് സൈഡ് ഈസ് p plus 20. അപ്പോൾ 4p by p plus 20. ഓക്കെ, p ക്യാൻസലായി. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. 2p plus 4t ഈക്വൽ ടു 4p അല്ലേ? ഇപ്പോൾ 2p ഈക്വൽ ടു അപ്പുറത്ത് കൊടുത്തു, 4p minus 2p 2p ഈക്വൽ ടു 40. സോ p ഈക്വൽ ടു യുവർ ആൻസർ ഈസ് 20. ദെൻ്റെ വാല്യൂ ഓഫ് p അത് തന്നെയല്ലേ നമുക്ക് കാണേണ്ടത്. സോ p ഈസ് ഈക്വൽ 20. അവർ ആൻസർ ഈസ് 20, ഓപ്ഷൻ ബി. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിലെ കീ പോയിന്റ് എന്താ? ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടൻറ്റ് അൺചേഞ്ച്ഡ്, അൺആൾട്ടേർഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ടാൻ തീറ്റ ഓഫ് ദ റിസൾട്ടൻറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. യെസ്, അനദർ പ്രോബ്ലം. ടു ഈക്വൽ നോൺ പാരലൽ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ്. ഈക്വൽ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ഈക്വൽ കേട്ടോ. നോൺ പാരലൽ എന്ന് പറഞ്ഞത് കാരണം അവരുടെ ഡയറക്ഷൻ സെയിം അല്ലല്ലോ. If the square of the resultant is equal to 3 times the product of the forces, the angle between the forces. Resultant കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. R equal to എന്താ ഇക്വേഷൻ? റൂട്ട് ഓഫ് a square plus b square plus 2ab cos theta. ഈ പ്രോബ്ലത്തിൽ രണ്ട് വെക്ടർ ഉണ്ട്, രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സേ എ എന്ന് വിചാരിച്ചോളൂ, ആംഗിൾ തീറ്റ എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. 2a cos theta by 2 എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ പ്രോബ്ലത്തിൽ 2 സ്ക്വയർ നോൺ പാരലൽ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ഇഫ് ദ സ്ക്വയർ ഓഫ് ദ റിസൾട്ടൻ്റ്, അപ്പോൾ r സ്ക്വയർ ഈക്വൽ ടു, r സ്ക്വയർ ഈസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദ റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു 3 times the product of the forces. 3 times product of the forces. അപ്പോൾ 3 into a എന്ന് എഴുതി കൂടെ. r സ്ക്വയർ ഈസ് 3a സ്ക്വയർ, 3 times പ്രോഡക്റ്റ് ഓഫ് ദ ഫോഴ്സസ് അല്ലേ? അപ്പോൾ r ഈക്വൽ ടു നമുക്ക് ഈ പ്രോബ്ലത്തിൽ എന്ത് എഴുതാം? റൂട്ട് 3 times a എന്ന് എഴുതി കൂടെ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? റൂട്ട് 3 times a ഈസ് ഈക്വൽ ടു 2a cos theta by 2. ഓക്കെ, എ ക്യാൻസലായി. അപ്പോൾ cos theta by 2 ഈസ് ഈക്വൽ ടു റൂട്ട് 3 by 2. അപ്പോൾ theta by 2 ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. എന്തുകൊണ്ടാണ് 30 ഡിഗ്രി? cos തീറ്റയുടെ വാല്യൂ റൂട്ട് 3 by 2 വരുന്നത് 30 ഡിഗ്രി വരുമ്പോഴല്ലേ. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ എന്തായിരിക്കും ആൻസർ? തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി. ഓക്കെ, സോ അവർ ആൻസർ 60 ഡിഗ്രി, ഓപ്ഷൻ സി. ഓക്കെ, ടഫ് അല്ലേ, സിമ്പിൾ അല്ലേ? പക്ഷേ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. ഏതാ ഇക്വേഷൻ? എപ്പോഴേ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ? നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വെക്ടറുകളുടെ എന്ത് സെയിം ആയാൽ, മാഗ്നിറ്റ്യൂഡ് സെയിം ആയാൽ മാത്രമേ ആ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ അല്ലേ? സബ്ട്രാക്ഷനുമായി ബേസ് ചെയ്താൽ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വരുന്നു. വെക്ടർ എ മൈനസ് വെക്ടർ ബി, ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി, ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി ഈസ്. What is the equation to find the magnitude of a minus b? A minus b magnitude equal to root of a square plus b square minus 2ab cos theta. Okay, then here a equal to b equal to a minus b ആണോ? ശരിയല്ലേ? കാരണം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ലൈക്ക് ദിസ്. എ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് നോട്ട് എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ അല്ലേ? എക്ക് പകരം എ തന്നെ, ബിക്ക് പകരം എ കൊടുത്തു. സ്ക്വയർ ചെയ്താൽ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 2a സ്ക്വയർ, 2a സ്ക്വയർ മൈനസ് 2a സ്ക്വയർ
കോസ് തീറ്റ. എ സ്ക്വയർ ക്യാൻസൽസ്. അപ്പോൾ 1 ഈക്വൽ ടു 2 മൈനസ് 2 കോസ് തീറ്റ. സോ 2 കോസ് തീറ്റ ഈക്വൽ ടു 2 minus 1. Cos theta is equal to 1/2. Cos theta 1/2 means theta is equal to 60 degree. Okay? Theta equal to 60 degree. ഈ പ്രോബ്ലം ചെയ്യാൻ ഷോർട്ട് കട്ട് വേണോ? പറഞ്ഞുതരാം. നോക്കൂ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2a² കോസ് തീറ്റ. എന്തുകൊണ്ടാണ് എക്ക് പകരം ബി കൊടുത്തത്? എയും ബി ഈക്വൽ എന്ന പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 2a² ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 2a² ഇൻറ്റു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. 1 പ്ലസ് കോസ് തീറ്റ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. 1 മൈനസ് കോസ് തീറ്റ ഈസ് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. അപ്പം നമ്മുടെ റിസൾട്ട് വരുന്നു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു 2a സൈൻ തീറ്റ ബൈ 2. ദിസ് ഇക്വേഷൻ ഈസ് അപ്ലിക്കബിൾ ഓൺലി വെൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി കമ്പോണൻറ്റ് വെക്ടേഴ്സ് ആർ ഈക്വൽ. ഓക്കെ, ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ലേ? നോക്കൂ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും ഈക്വൽ അല്ലേ? അപ്പം ഞാൻ നിങ്ങൾക്ക് മെമ്മറിയിൽ നിന്നത്തെ 2 പോയിന്റുകൾ പറഞ്ഞുതരാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി ഈസ് 2a കോസ് തീറ്റ ബൈ 2 ആണല്ലോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി ഈസ്, ഇതാ നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിച്ചു, ഇറ്റ് ഈസ് ഈക്വൽ 2a സൈൻ തീറ്റ ബൈ 2. കമ്പയർ ചെയ്ത് പഠിക്കുക അല്ലേ? ഉണ്ടോ? സം ആണെങ്കിൽ 2a കോസ് തീറ്റ ബൈ 2, സബ്ട്രാക്ട് ചെയ്താൽ 2a സൈൻ തീറ്റ ബൈ 2. സം 2a കോസ് തീറ്റ ബൈ 2, ഡിഫറൻസ് 2a സൈൻ തീറ്റ ബൈ 2. These equations are applicable only when the magnitude of the two vectors are equal. Three forces acting at a point keep the point in equilibrium. The angle opposite to them are 90 degree, 150 degree, 120 degree. P is to Q is to R. ആക്ച്വലി ഇതൊരു പരിധിവരെ ടഫ് ക്വസ്റ്റ്യനാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ലോ ഓഫ് സൈൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ആ മാത്തമാറ്റിക്കൽ ടൂളാണ്. ഓക്കെ, ഞാൻ ലോ ഓഫ് സൈൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് ലാമീസ് തിയറം എന്ന് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ലാമീസ് തിയറം. നമുക്ക് ഈ പ്രോബ്ലം വെക്ടറുകളെ റിസോൾവ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ വെരി സിമ്പിൾ ലാമീസ് തിയറം ഉപയോഗിച്ച് ചെയ്യാം. നിങ്ങൾ പറ ഏത് വേണം? എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ലാമീസ് തിയറം വെച്ചാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഞാൻ പറഞ്ഞുതരാം എന്താ ലാമീസ് തിയറം എന്ന്. ഓക്കെ, ഇവിടെ 3 ഫോഴ്സുകളാണ് പി ക്യു ആർ. പിക്ക് ഓപ്പോസിറ്റ് 90 ഡിഗ്രി, ക്യൂന് ഓപ്പോസിറ്റ് 150 ഡിഗ്രി, ആറിന് ഓപ്പോസിറ്റ് 120 ഡിഗ്രി. അപ്പോൾ ആദ്യം നമുക്ക് പി വരയ്ക്കാം. ഇതാണ് പി എന്ന് വിചാരിച്ചോളൂ. പിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാ? പിക്ക് ഓപ്പോസിറ്റായ ആംഗിൾ 90 ഡിഗ്രിയാണ്. ആണോ? അതെ. ദെൻ ക്യൂവിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആരാണ്? ക്യൂവിന് ഓപ്പോസിറ്റ് 150. അപ്പോൾ ഇതാണ് ക്യൂ എന്ന് വിചാരിച്ചോളൂ. ക്യൂവിന് ഓപ്പോസിറ്റ് ആംഗിൾ തന്നിട്ടുണ്ട് 150 ഡിഗ്രി. ഓക്കെ, ദെൻ ആറ് വരുന്നു, പി ക്യു ആർ. ആറിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ നോക്കൂ. ആറിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എത്രയാണ്? 120. ഓക്കെ, അപ്പം 3 ആംഗിൾസും തന്നിട്ടുണ്ട്. പിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ 90, ക്യൂവിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ 150, ആറിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ 120. ക്ലിയർ അല്ലേ? ഇനി ഒരു പോയിന്റ് നിങ്ങൾ ഇവിടെ ഇമാജിൻ ചെയ്യും. ആ പോയിന്റ് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് കീപ് ദ പോയിന്റ് ഇൻ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ മീനിങ്
vectorially P plus Q plus R equal to 0. This is the condition for equilibrium. So what is equilibrium? At equilibrium of a point, the net force acting on the point must be 0. Okay? So, നമുക്ക് ലാമീസ് തിയറം അല്ലെങ്കിൽ ലോ ഓഫ് സൈൻ അപ്ലൈ ചെയ്യാം. ഈ പോയിന്റ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ പി ബൈ സൈൻ 90 ഈക്വൽ ടു പി ബൈ സൈൻ 90 ഈക്വൽ ടു ക്യൂ ബൈ സൈൻ 150 ഈക്വൽ ടു ആർ ബൈ സൈൻ 120. P by sin 90 equal to Q by sin 150 equal to R by sin 120. So P by sin 90 നിങ്ങൾക്ക് അറിയാം 1 ആണ്. That is equal to Q by sin, ഇതിനെ നമുക്ക് 90 plus 60 എന്ന് മാറ്റി എഴുതിക്കൂടെ. That is equal to R by sin 90 plus 30 എന്ന് എഴുതിക്കൂടെ. So P equal to Q by sin 90 plus 60 cos 60 ആണ് കേട്ടോ. sin 90 plus theta cos theta ട്രിഗണോമെട്രിയിൽ നിങ്ങളെ പഠിപ്പിച്ച് കാണും. ഈക്വൽ ടു R by cos 30. ഇത്രയും വരെ ക്ലിയർ അല്ലേ? അടുത്ത സ്റ്റെപ്പ് എന്താ? P equal to Q by cos 60 1/2 ആണ്. അപ്പോൾ 2Q എന്നായി. 2Q ഈക്വൽ ടു R by cos 30. R by cos 30. Cos 30 √3/2. സോ 2R by √3. ഇതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ. നമുക്ക് എന്താ കാണേണ്ടത്? P ഈസ് ടു Q ഈസ് ടു R അല്ലേ വേണ്ടത്? P തന്നെ ഈസ് ടു Q എന്ന് പറയുമ്പോൾ Q ഈക്വൽ ടു P/2 എന്ന് എഴുതാമല്ലോ. P/2 is 2. Then R equal to √3 P/2 എന്ന് എഴുതി കൂടെ. അപ്പോൾ P cancel ആയി. So your answer P is to Q is to R equal to 1 is to 1/2 is to √3/2. So our answer, come on, our answer B. Option B, answer 1 is to 1/2 is to √3/2. ഓക്കെ, ഈ തിയറത്തിൻ്റെ പേരാണ് ലാമീസ് തിയറം. LAMI, ലാമീസ് തിയറം. എന്താ ലാമീസ് തിയറം പറയുന്നത്? ഈ പോയിന്റ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ this force by sin of this angle equal to this force by sin of this angle equal to this force by sin of this angle. ഇതിനെ ആക്ച്വലി ഇത് എന്തിൻ്റെ മോഡിഫിക്കേഷനാണ്? ലോ ഓഫ് സൈൻ.